പ്രിയപ്പെട്ട കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിൻ്റെ അധ്യായം 1 സമവാക്യജോഡികളുടെ 15ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് 18ലെ രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പോൾ ചോദ്യം വായിക്കാം. രണ്ട് സംഖ്യകളിൽ വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 കിട്ടി. ചെറുതിൻ്റെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും ഹരണഫലവും ശിഷ്ടവും 2 തന്നെ. സംഖ്യകൾ കണക്കാക്കുക. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ സോൾവ് ചെയ്യും? ആദ്യം നമുക്ക് നിങ്ങൾ പഠിച്ച ഒരു കാര്യം ഇവിടെ എഴുതാം. അതായത് ഹരണത്തിൻ്റെ ഘടന. നമ്മൾ ഒരു സംഖ്യയെ വേറൊരു സംഖ്യ കൊണ്ട് ഹരിക്കുന്നു. അപ്പം നമുക്ക് ഹരണഫലവും ശിഷ്ടവും കിട്ടും. ഓക്കെ, നമ്മൾ ഹരിക്കപ്പെടുന്ന സംഖ്യയെ ഭാജ്യം എന്നും ഹരിക്കുന്ന സംഖ്യയെ ഭാജകം എന്നുമാണ് പറയുക. അപ്പോൾ ഭാജ്യം സമം ഹരണഫലം ഗുണിക്കണം ഭാജകം പ്ലസ് ശിഷ്ടം. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഈ ഭാജ്യം എന്ന് പറയുന്നത് എന്താണ്? ഹരിക്കപ്പെടുന്ന സംഖ്യ. ഭാജകം എന്താണ്? ഹരിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹരണത്തിൻ്റെ ഘടന. ഓക്കെ, ഇത് കൂട്ടുകാർക്കെല്ലാം തന്നെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇത് ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് ഈ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഉദാഹരണം എഴുതാം. 11നെ 2 കൊണ്ട് ഹരിച്ചാൽ 11നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഹരണഫലം എത്രയായിരിക്കും കിട്ടുക? 2 × 5 10 ആണ്. 2 × 6 12 ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിന് ഇടയിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 11നെ നമ്മൾ ഭാഗിക്കുമ്പോൾ 11നെ 2 ഭാഗിക്കുന്ന സമയത്ത് 5 പ്രാവശ്യം 2 കിട്ടും. പിന്നെ അപ്പോൾ നമുക്ക് ആകെ എത്ര വരും? 10 വന്നു. പിന്നെ ഒരെണ്ണം ബാക്കിയുണ്ടാവും. അപ്പോൾ ഹരണഫലം 5. ശിഷ്ടം എത്രയാണ്? 10 കഴിഞ്ഞാൽ ബാക്കി ഒരെണ്ണം. ഓക്കെ, നിങ്ങൾ മടങ്ങും മിച്ചവും എന്ന് പഠിച്ചിട്ടുണ്ടാവും. അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 11നെ 2 കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം 5ഉം ശിഷ്ടം 1ഉമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഹരിക്കപ്പെടുന്ന സംഖ്യ ഭാജ്യം എന്ന് പറഞ്ഞാൽ ഹരണഫലം ഗുണിക്കണം ഹരിക്കുന്ന സംഖ്യ പ്ലസ് 1. ഓക്കെ, അപ്പോൾ നോക്കൂ, 5 × 2 10, 10 × 1 11. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഹരണത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ ഭാജ്യം സമം
ഹരണഫലം ഇൻറ്റു ഭാജകം പ്ലസ് ശിഷ്ടമാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ചോദ്യത്തിൽ ഒരു വലിയ സംഖ്യയുണ്ട്, ചെറിയ സംഖ്യയുണ്ട്. അപ്പോൾ നമുക്ക് വലിയ സംഖ്യ എക്സ്, ചെറിയ സംഖ്യ വൈ. രണ്ട് സംഖ്യകളിൽ വലുതിനെ, വലുതെന്ന് പറയുമ്പോൾ എക്സ്, അതിനെ ചെറുതുകൊണ്ട് ഹരിച്ചു, വൈ കൊണ്ട് ഹരിച്ചു. അപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2. ഹരണഫലം 2ആണ്, ശിഷ്ടവും 2ആണ്. ഓക്കെ. അപ്പോൾ ഒന്നാം നിബന്ധന എങ്ങനെ എഴുതാം? ഒന്നാം നിബന്ധനയിൽ ഹരിക്കപ്പെടുന്ന സംഖ്യ എക്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ എത്രയാ ഹരണഫലം? 2 ഇൻറ്റു എന്തുകൊണ്ടാ ഹരിച്ചേ? വൈ കൊണ്ട്, പ്ലസ് ശിഷ്ടം 2. അപ്പോൾ 2 ഇൻറ്റു എന്ന് ഞാൻ ഒഴിവാക്കി, അത് 2 വൈ എന്ന് എഴുതാം. ഓക്കെ, ഇത് നമ്മുടെ സമവാക്യം 1. ഇനി രണ്ടാം നിബന്ധന എന്താ? ചെറുതിൻ്റെ 5 മടങ്ങ്. അതെന്ന് പറയുമ്പോൾ 5 ഇൻറ്റു വൈ മടങ്ങിനെ വലിയ സംഖ്യ, വലിയ സംഖ്യ ആരാ? എക്സ്, ഹരിച്ചപ്പോൾ 5 വൈനെ എക്സ് കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം 2, ശിഷ്ടം 2. അപ്പോൾ ഇവിടെ 5 വൈനെയാണ് എക്സ് കൊണ്ട് ഹരിച്ചത്. അപ്പോൾ രണ്ടാമത്തെ നിബന്ധന പ്രകാരം ഹരിക്കപ്പെടുന്ന സംഖ്യ 5 വൈ, അതായത് ഭാജ്യം സമം 2 ഗുണം ഭാജകം, ഭാജകം ഇവിടെ എക്സ് ആണ്, പ്ലസ് ശിഷ്ടം. ഇത് സമവാക്യം 2. ഇനി ഒന്നാമത്തെ സമവാക്യത്തിൽ നമുക്ക് എക്സിൻ്റെ വില എന്താണ്? 2y + 2 ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ സമവാക്യത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എക്സ് 2y + 2 എന്ന് സമവാക്യം 2ൽ ഉപയോഗിക്കാം. അപ്പോൾ എന്ത് കിട്ടും? 5y സമം 2 ഇൻറ്റു എക്സിന് പകരം നമുക്ക് 2y + 2 + 2. അപ്പോൾ 5y ഇതിനെ ഗുണിക്കണം. അപ്പോൾ 2 ഇൻറ്റു 2 4y പ്ലസ് ഇതിനെ ഗുണിക്കണം. 2 ഇൻറ്റു 2 4, പിന്നെ പ്ലസ് 2. അപ്പോൾ 5y എന്ന് പറയുമ്പോൾ 4y + 6. 5y, ഈ 4y അങ്ങോട്ട് പോകുമ്പോൾ -4y, എത്ര കിട്ടും? 6. അപ്പോൾ y എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ എഴുതാം. y സമം 6 എന്ന് ഇവിടെ കൊണ്ട് കൊടുക്കാം, സമവാക്യം 1ൽ. ഉപയോഗിച്ചാൽ എക്സ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു വൈ പ്ലസ് 2. അപ്പോൾ എക്സ് എന്ത് കിട്ടും? 12 + 2, എക്സ് 14 എന്ന് കിട്ടും. ഓക്കെ, ആയതുകൊണ്ട് സംഖ്യകൾ 14ഉം 6ഉം ആണ്.
ഓക്കെ, ഇത് നമുക്ക് ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വലുതിനെ ചെറുത് കൊണ്ട് ഹരിച്ചു. 14നെ 6 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹരണഫലം 2ആണ്. 14നെ 6 കൊണ്ട് ഹരിച്ചാൽ 6 2 12. പിന്നെ 2 ബാക്കി. അപ്പോൾ കറക്റ്റാണ്. ഇനി ചെറുതിൻ്റെ 5 മടങ്ങ്. ചെറുതിൻ്റെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ ചെറുത് ആരാണ്? 6ആണ്. 6ൻ്റെ 5 മടങ്ങ് 30. 30നെ ഏതുകൊണ്ട് ഹരിക്കണം? വലിയ സംഖ്യ. വലിയ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? 14ആണ്. അപ്പം 30നെ 14 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 14 2 28. അപ്പോൾ ഹരണഫലം 2. ഈ 30ലേക്ക് ബാക്കി 2, ശിഷ്ടം 2. അപ്പോൾ ഉത്തരം ശരിയാണ്. കാരണം 2 നിബന്ധനകളും പാലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യമാണ് ചെയ്യാനുള്ളത്. മൂന്നാമത്തെ ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം. കൂടാതെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കാരണം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കഴിയുന്നത്രയും ആളുകളിലേക്ക് എത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ഓക്കെ.